أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ ബഖറയിലെ 220-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: അവർ നിന്നോട് മദ്യത്തെയും ചൂതിനെയും സംബന്ധിച്ച് ചോദിക്കുന്നു. പറയുക, അവ രണ്ടിലും വലിയ ദോഷവും ജനങ്ങൾക്ക് ചില ഗുണങ്ങളുമുണ്ട്. എങ്കിലും അവയുടെ ദോഷം അവയുടെ ഗുണത്തേക്കാൾ വളരെ വലുതാണ്. തങ്ങൾ എന്താണ് ചെലവഴിക്കേണ്ടതെന്നും അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, പ്രയാസം കൂടാതെ ചെലവഴിക്കാൻ കഴിയുന്നത്ര. ഇപ്രകാരം അള്ളാഹു തൻ്റെ കൽപ്പനകൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ വീണ്ടും പറയുന്നു: ഹസ്രത്ത് മൂസ അലൈഹിസ്സലാമിക്ക് ശേഷം ലോകത്ത് വലിയ മാറ്റങ്ങൾ വരുത്തിയ വ്യക്തിയാണ് ഹസ്രത്ത് ഈസ അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് ലോകത്ത് പ്രത്യേക സ്ഥാനവുമുണ്ട്. സുവിശേഷങ്ങൾ, അതായത് ഇഞ്ചീൽ പ്രകാരം യേശു ക്രിസ്തു മദ്യത്തെ മോശമായി കണ്ടിരുന്നില്ല എന്ന് ഈ ഭാഗത്ത് വാദിക്കുന്നു. അദ്ദേഹം അത് ഉപയോഗിക്കുകയും അത്ഭുതകരമായി വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇതിൽ പരാമർശിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും ബൈബിളിൽ വ്യാഖ്യാനങ്ങൾ യേശു വെള്ളം വീഞ്ഞാക്കിയ അത്ഭുത സംഭവത്തെക്കുറിച്ചുള്ള വിവരണം ഇതിൽ നൽകിയിട്ടുണ്ട്. ഒരു കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അദ്ദേഹം അത്ഭുതത്തിലൂടെ മികച്ച വീഞ്ഞ് ഉണ്ടാക്കി നൽകിയതായി ഇതിൽ വിശദീകരിക്കുന്നു. ഇതിലൂടെ വ്യക്തമാകുന്നത് ഇസ്ലാമിൻ്റെ വരവിന് മുൻപുള്ള കാലഘട്ടം വരെ ലോകത്തിലെ പല മതങ്ങളിലും ആചാരങ്ങളിലും മദ്യം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുവദനീയമായിരുന്നു എന്നാണ്. മുൻകാലങ്ങളിൽ മദ്യം ചില മതപരമായ ചടങ്ങുകളിൽ പോലും ഉപയോഗിച്ചിരുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിനു ശേഷം ഈ മുൻകാല നിയമങ്ങൾക്ക് വിരുദ്ധമായി ദൈവകൽപ്പന പ്രകാരം മദ്യം പൂർണ്ണമായും നിരോധിച്ചു. ഇതിനായി ഖുർആനിലെ സൂറ ബഖറയിലെ 220-ാം ആയത്തിലും മാഇദയിലെ 90-91 വ്യാഖ്യാനങ്ങളിലും ഉദ്ധരിക്കുന്നു. മദ്യത്തിലും ചൂതാട്ടത്തിലും ചില ഉപകാരങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ദോഷം ഗുണത്തേക്കാൾ വളരെ വലുതാണെന്നും അത് പിശാചിൻ്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണെന്നും അതിനാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഖുർആൻ വ്യക്തമാക്കുന്നു. ഈ ഖുർആൻ സൂക്തങ്ങളിലൂടെ മുസ്ലിങ്ങൾക്ക് മദ്യം കർശനമായി നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്ലാം മദ്യപാനം നിരോധിച്ച സമയത്ത് ലോകത്തെ മറ്റ് വൈദ്യശാസ്ത്രങ്ങളും തത്വചിന്തകളും മദ്യത്തെ ഒരു ലഹരി പദാർത്ഥം എന്നതിലൂടെ ഉപരി ഒരു മികച്ച ഔഷധമായും ശരീരത്തിന് നല്ലതായും കരുതിയിരുന്നു. ജൈനമതം പോലുള്ള ചില തത്വചിന്തകളിൽ മദ്യം നിരോധിച്ചിട്ടുണ്ടെങ്കിലും അത് ശാസ്ത്രീയമായ കാരണങ്ങളല്ല, മറിച്ച് മദ്യം ഉണ്ടാകുമ്പോൾ അതിലെ സൂക്ഷ്മാണുക്കൾ നശിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള അഹിംസ എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ യുക്തിസഹമായ കാരണങ്ങളാൽ മദ്യത്തെ പൂർണ്ണമായി നിരോധിച്ചത് ഇസ്ലാം മാത്രമാണ്. മുൻകാലങ്ങളിൽ മുസ്ലിം വൈദ്യന്മാർ പോലും തങ്ങളുടെ പുസ്തകങ്ങളിൽ മദ്യത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അത് കഴിക്കേണ്ട രീതികളെക്കുറിച്ചും എഴുതിയിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, സുഗന്ധമുള്ള അന്തരീക്ഷത്തിൽ ഇരുന്ന് നല്ല വസ്ത്രം ധരിച്ച് സുഹൃത്തുക്കളോടൊപ്പം കുടിക്കണം എന്നൊക്കെ. എന്നാൽ ലഹരി മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെയും വികാരങ്ങളെയും ഉണർത്തുമെന്നും താൽക്കാലികമായി ചില ഗുണങ്ങൾ തോന്നാമെങ്കിലും ഒടുവിൽ അത് മനുഷ്യൻ്റെ ചിന്താശേഷിയെ നശിപ്പിക്കുമെന്നും ഇതിൽ വ്യക്തമാക്കുന്നു.
ചുരുക്കത്തിൽ മദ്യം നൽകുന്ന ചെറിയ ലാഭത്തേക്കാൾ അതിൻ്റെ ദോഷം വളരെ കൂടുതലാണ്. യസ്അലൂനക മാസാ യുൻഫിഖൂൻ ഖുലിൽ അഫ്വ. അവർ തങ്ങളോട് ചോദിക്കുന്നു അവർ എന്താണ് ചെലവഴിക്കേണ്ടതെന്ന്. താങ്കൾ പറയുക, ആവശ്യത്തിന് കീച്ചുള്ളത്. മദ്യപാനം വഴിയായിരുന്നു സൈനികരിൽ ധീരതയും ആവേശവും ഉണർത്തിയിരുന്നത്. അതുപോലെ ചൂതാട്ടം വഴിയായിരുന്നു കൊള്ളയടിച്ച സ്വത്ത് വീതിച്ചിരുന്നതും യുദ്ധച്ചെലവുകൾ കണ്ടെത്തിയിരുന്നതും. ഇവ രണ്ടും തടഞ്ഞപ്പോൾ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ യാതൊരുവിധ നിരാശയും ഉണ്ടായില്ല. പകരം അവർ ത്യാഗത്തിന്റെ പാതയിൽ ഒരു പടി കൂടി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ന്യായമായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ച ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏത് അനുപാതത്തിലാണ് ചെലവഴിക്കേണ്ടത് എന്ന് അവർ ചോദിക്കാൻ തുടങ്ങി. ഇതിനു മുമ്പും ഇതുപോലൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അത് ദാനധർമ്മങ്ങളുടെ ഇനങ്ങളെ ഇതൊക്കെ വസ്തുക്കൾ നൽകണം എന്നതിനെക്കുറിച്ചായിരുന്നു. എന്നാൽ ഇവിടെ ചോദിക്കുന്നത് അതിൻ്റെ അളവിനെ എത്രത്തോളം നൽകണം എന്നതിനെക്കുറിച്ചാണ്. അതായത് മദ്യവും ചൂതാട്ടവും നിരോധിച്ചപ്പോൾ തങ്ങൾ ഇനി ദൈവമാർഗത്തിൽ കൂടുതൽ ത്യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ എന്താണ് ചെലവഴിക്കേണ്ടത്? എല്ലാം ചെലവഴിക്കണമോ അതോ ഏതെങ്കിലും നിശ്ചിത അനുപാതത്തിലാണോ? ദൈവമാർഗത്തിൽ എത്രത്തോളം ചെലവഴിക്കണം എന്നതിൽ വെളിച്ചം വീശാൻ അവർ ആഗ്രഹിച്ചു. ഇതിനുള്ള മറുപടിയിൽ അള്ളാഹു അഫ്വ എന്ന ഒറ്റ വാക്കാണ് ഉപയോഗിച്ചത്. അഫ്വ എന്ന വാക്കിന് പല അർത്ഥങ്ങളുമുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ അത്യാവശ്യ ചെലവുകൾ കഴിഞ്ഞ് ബാക്കി വരുന്നതും അത് നൽകുന്നത് വഴി അവന് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടാത്തതുമായ ധനം, ഏറ്റവും നല്ലതും ശുദ്ധവുമായ വസ്തുക്കൾ ചോദിക്കാതെ തന്നെ നൽകുന്നത്. വ്യാഖ്യാതാക്കൾ ഇതിന് പല അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, ജിഹാദിനായി, ദൈവമാർഗത്തിലെ പോരാട്ടത്തിനായി ധനം ചെലവഴിക്കാനുള്ള കൽപ്പനയാണിത്. സാധാരണ സ്വതക്കയല്ല, അതായത് ജിഹാദിന്റെ സാഹചര്യം വരുമ്പോൾ സ്വന്തം ആവശ്യത്തിന് ബാക്കിയുള്ള മുഴുവൻ ധനവും നൽകുക എന്നുള്ളത്. രണ്ടാമത്തെ അർത്ഥം ഇത് ജിഹാദിനെ കുറിച്ചല്ല, മറിച്ച് സ്വതക്കയെ കുറിച്ചാണ്. ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിൽ ഒരു വർഷത്തെ ജീവന ചെലവിന് ശേഷം ബാക്കി വരുന്നതെല്ലാം ദൈവമാർഗത്തിൽ ചെലവഴിക്കാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ സക്കാത്തിന്റെ നിയമം വന്നതോടെ ഈ കൽപ്പന നിർത്തലാക്കപ്പെട്ടു, അതായത് മൻസൂഖാക്കി എന്നതാണ്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് ഇത് സക്കാത്തിന്റെ നിയമവുമായി ബന്ധപ്പെട്ട പൊതുവായ കൽപ്പനയാണ് എന്നാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. മൂന്നാമത്തെ അർത്ഥം, ചെലവഴിക്കുന്നത് ഭാരമായി തോന്നാത്ത തരത്തിലുള്ള ധനമാണ് അഫ്വ. നാലാമത്തെ അർത്ഥം, ചെലവഴിക്കുന്നതിൽ മിതത്വം പാലിക്കുക എന്നാണ്. അതായത് പിശുക്ക് കാണിക്കരുത്, എന്നാൽ അതിരുവിട്ട് ചെലവഴിക്കുകയും അരുത്. അഞ്ചാമത്തെ അർത്ഥം, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഏറ്റവും നല്ലതും പവിത്രവുമായ ഭാഗം ചെലവഴിക്കുക എന്നാണ്. പഴയതോ ഉപയോഗശൂന്യമായതോ ആയ വസ്തുക്കൾ നൽകരുത് എന്നതാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ. വാഖിർ ദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.